സംസ്ഥാനത്തെ സ്കൂളുകളിലെ അവധി മഴക്കാലത്താക്കാൻ ആലോചന. ഏപ്രിൽ മെയ് മാസത്തെ അവധി ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റുന്നതാണ് പരിഗണനയിലുള്ളത്. ഇത് സംബന്ധിച്ച പൊതുജനാഭിപ്രായം തേടാൻ മന്ത്രി വി ശിവൻകുട്ടി തീരുമാനിച്ചു. മന്ത്രിയുടെ നിർദ്ദേശത്തെ തള്ളുന്നില്ലെങ്കിലും വിദഗ്ധ പഠനം ആവശ്യമാണെന്ന് ഇടതു അധ്യാപക സംഘടനകളും സമസ്തയും പ്രതികരിച്ചു. നിലവിൽ സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. സംസ്ഥാനത്ത് കനത്ത ചൂട് അനുഭവപ്പെടുന്ന ഈ സമയത്ത് വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. മൺസൂൺ കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴ മൂലം ക്ലാസുകൾ തടസ്സപ്പെടുന്ന സാഹചര്യവും നിലനിൽക്കുന്നതിനാലാണ് മന്ത്രിയുടെ പുതിയ ആലോചന. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മഴയുടെ മാസം എന്ന് പറയുന്നത്. ഏപ്രിൽ മെയ് മാസം അവധി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? എടുത്ത് 2 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ എങ്ങനെ ആവുമെന്ന് സംബന്ധിച്ചിടത്തോളം സമൂഹം ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. ഇതിന്റെ ഭാഗമായി പൊതുജനാഭിപ്രായ ശേഖരണത്തിനും മന്ത്രി തുടക്കം കുറിച്ചു. വേനലവധി മാറ്റുന്നതിനുള്ള ഗുണങ്ങളും ദോഷങ്ങളും ജനങ്ങൾക്കറിയിക്കാം. കുട്ടികളുടെ പഠനം, ആരോഗ്യം എന്നിവയെ പുതിയ മാറ്റം എങ്ങനെ ബാധിക്കും? അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഈ തീരുമാനം എത്രത്തോളം പ്രായോഗികമാകും? മറ്റിടങ്ങളിലെ അവധിക്കാല ക്രമീകരണങ്ങൾ എങ്ങനെ മാതൃകയാക്കാം തുടങ്ങിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ മന്ത്രി അറിയിച്ചു. മന്ത്രിയുടെ പുതിയ നിർദ്ദേശം നല്ലതാണെന്നാണ് സമസ്തയുടെ പ്രതികരണം. കുട്ടികൾക്കുള്ള ഒരു പ്രശ്നം പരിഹരിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ പല കോണുകളിൽ നിന്ന് വന്നതാണ്. ഒരു വിശദമായ പഠന ഇക്കാര്യത്തിൽ നടത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പോസിറ്റീവായി കാണാവുന്ന മന്ത്രിയുടെ ആ ഒരു പരാമർശം, ഒരു നിർദ്ദേശം എന്നുള്ളതാണ് വ്യക്തിപരമായി എന്റെ അഭിപ്രായം. പോസിറ്റീവായി മന്ത്രിയുടെ നിർദ്ദേശത്തെ കാണുന്നുണ്ടെങ്കിലും വിദഗ്ധ പഠനത്തിലൂടെ വേണം മാറ്റം നടപ്പിലാക്കാനെന്നാണ് ഇടത് അധ്യാപക സംഘടനകളുടെ നിലപാട്. ജൂൺ ജൂലൈയിൽ നമുക്ക് ഒരുപാട് സാധ്യമായ ദിവസങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ആലോചന ആകാം എന്ന നല്ലൊരു നിർദ്ദേശമാണ് വസിച്ചിട്ടുള്ളത്. ഒരു പോസിറ്റീവായ നിർദ്ദേശമായി തന്നെയാണ് KST അതിനെ കാണുന്നത്. സ്കൂൾ അവധി മാറ്റം വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. ചർച്ചകൾക്ക് ശേഷം സമവായമുണ്ടായാൽ മാത്രമേ നടപ്പിലാക്കൂ എന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.